നമുക്ക് ക്ലാസ് ആരംഭിക്കാമല്ലോ അല്ലേ? ആരംഭിക്കാം അച്ഛാ. ഓക്കെ, താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരെയും പ്രത്യേകമായി ഈ സന്ധ്യയിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ MMBSന്റെ പഠന പരമ്പരയുടെ ഭാഗമായിട്ടുള്ള സ്റ്റഡി സീരീസിന്റെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പഠന പരമ്പരയുടെ ഭാഗമായിട്ടുള്ള എബ്രായ ലേഖനത്തിന്റെ പഠന പരമ്പരയുടെ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വി ആർ എൻറ്ററിങ് ഇൻ ടു ദ തേർഡ് എപ്പിസോഡ് ആൻഡ് എക്സ്പ്ലോറിങ്, അനലൈസിങ് ആൻഡ് സ്റ്റഡിയിങ് the third chapter of the letter to Hebrews. 3-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളുടെ കണ്ടന്റ്സ് ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ് നമുക്ക് പൂർത്തീകരിക്കേണ്ടതുകൊണ്ട് ഞാൻ വളരെ വേഗം തന്നെ നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് പ്രവേശിക്കാം. So in chapter 3, one of the most important theme is the beautiful analogy between Moses and Christ. യേശു ക്രിസ്തുവും മോശയും തമ്മിലുള്ള സാമ്യത്തെ കുറിച്ചാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. The author is highlighting every minute positive characteristics in Moses, and it is beautifully correlating with the Christ. മോശയുടെ ജീവിതത്തിലെ ഓരോ പ്രധാനപ്പെട്ട സംഭവങ്ങളും ലേഖനകർത്താവ് എടുത്തു കാണിക്കുകയും അതേ സ്വഭാവ സവിശേഷതകൾ പുതിയ നിയമത്തിന്റെ പുരോഹിതനായിരിക്കുന്ന യേശുക്രിസ്തുവിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് വരച്ചു കാട്ടുന്നത്. അപ്പൊ പ്രധാനമായിട്ടുള്ള അതിന്റെ ഒരു കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ അനാലജി ഇൻ ബിറ്റ്വീൻ മോസസ് ആൻഡ് ജീസസ്. യേശുക്രിസ്തുവും മോശയും തമ്മിലുള്ള സാമ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അതിന്റെ ഓപ്പണിംഗ് വേർഡ്സസ് ഒന്ന് വായിക്കാം, മലയാളത്തിൽ ഒന്ന് വായിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ സൂക്ഷിച്ചു നോക്കുകയും. അവിടെ 2-3 പ്രധാനപ്പെട്ട വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, therefore holy brethren, partakers of the heavenly calling, consider the apostle and high priest of our confession, Christ Jesus, who was faithful to him who appointed him, as Moses also was faithful in all his house. അപ്പൊ അതിന്റെ ഓപ്പണിങ്ങിൽ പറയുന്ന ആ എബ്രായക്കാരെ വിശേഷിപ്പിക്കുന്ന വിശേഷത കണ്ടു, വിശുദ്ധ സഹോദരന്മാരെ, ഹോളി ബ്രദറൻ. രണ്ടാമത് പറയുകയാണ് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, ഹു ആർ പാർട്ടേക്ക് ഓഫ് ദ ഹെവൻലി കോളിംഗ്. ഇത് സഭയുടെ ഒരു വിശേഷതയാണ് കേട്ടോ. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാർക്ക് ഓഫ് ആൻ എക്ലീസിയൽ കമ്മ്യൂണിറ്റി, ഓർ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനന്റ് മാർക്സ് ഓഫ് ആൻ എക്ലീസിയൽ കമ്മ്യൂണിറ്റി. ഒരു സഭയെ വിശേഷിപ്പിക്കുന്നത് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അപ്പൊ പ്യുവർ ഡിവൈൻ ടേംസ് ആണ് ഒരു സല്യൂട്ടേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്, ഒരിക്കലും ഒരു സെക്കുലർ ടേം അല്ല. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളെല്ലാരെയും പ്രസംഗമൊക്കെ തുടങ്ങുമ്പോഴും ഒക്കെ നമ്മളെല്ലാരെയും വിളിക്കുന്നത് ഒരു സെക്കുലർ ടേംസിലാണല്ലോ. പക്ഷെ അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിക്കുന്നത് ക്ലിയർലി ഫ്രം എ എക്ലീസിയാസ്റ്റിക്കൽ സ്പിരിച്വൽ വ്യൂ, ഫ്രേസിങ് ദ സല്യൂട്ടേഷൻ. ആ സല്യൂട്ടേഷനെ ഫ്രേസ് ചെയ്യുന്നത് തന്നെ ആ ഒരു പ്രത്യേക വാക്കുകളോട് കൂടിയാണ്. അപ്പോൾ എന്നിട്ട് അവരോട് പറയുന്നത് എന്താ? നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കുക. There are 2 epithets, 2 adjectives, two special qualities were attributed to the Christ. One is the apostle and the second one is the high priest. അപ്പൊ യേശു ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്ന് വിശേഷിപ്പിക്കുന്നു, യേശു ക്രിസ്തുവിനെ ഹൈ പ്രീസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ എന്താണ് ഈ അപ്പോസ്തോലൻ എന്ന പദവിയുടെ അർത്ഥം? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാ. യേശു ക്രിസ്തുവും 12 അപ്പോസ്തലന്മാരും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിനെ തന്നെ ഇവിടെ അപ്പോസ്തലൻ എന്ന് വിളിക്കുക. അപ്പൊ എന്താ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വേർഡ്? അപ്പോസ്തോലൻ എന്ന വാക്ക് ബേസിക്കലി ഇറ്റ് ഈസ് ഫ്രം ദ ഗ്രീക്ക് ഒറിജിൻ. അപ്പോസ്റ്റോലസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ വകഭേദമാണ് അപ്പോസ്തോലൻ എന്ന് പറയുന്നത്, വിച്ച് മീൻസ് വൺ ഹു സെന്റ്
ഔട്ട്, അയക്കപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം അതിന്റെ സുറിയാനി പരിഭാഷയാണ് സ്ലീഹെ ഓർ സ്ലീഹന്മാരെന്ന് പറയുന്നത്. അതിന്റെ സുറിയാനി പരിഭാഷയാണ്. അപ്പൊ സ്ലീഹന്മാരെന്ന് പറഞ്ഞാലും അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞാലും the one intended meaning, the integrated meaning is one who sent out for a special purpose. ഒരു പ്രത്യേക കാര്യത്തിനായി അയക്കപ്പെട്ടവരെയാണ് അപ്പോസ്തലന്മാർ എന്ന് ഗ്രീക്ക് ഭാഷയിലും സ്ലീഹന്മാരെന്ന് നമ്മുടെ സുറിയാനി ഭാഷയിലും അയക്കപ്പെട്ടവനെന്ന് മലയാള ഭാഷയിലും നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോ യേശുക്രിസ്തുവിനെ അപ്പോസ്തലൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താണ്? ഹി വാസ് സെന്റ് ബൈ ഹിസ് ഫാദർ. പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. അത് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. യേശുക്രിസ്തു അതെല്ലാ പ്രാവശ്യവും പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് ഞാനെന്ന് എല്ലാ തൻ്റെ പ്രസംഗങ്ങളിലും പ്രബോധനങ്ങളിലും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അപ്പോ പ്രത്യേകിച്ച് സെന്റ് ജോൺ ദ ഗോസ്പലിൽ യേശുക്രിസ്തുവിന്റെ ഫ്രം ചാപ്റ്റർ 14 to 16 ഈ പല പ്രാവശ്യം ഐ എം സെന്റ് ബൈ മൈ ഫാദർ അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് മൈ ഫാദർ. അപ്പൊ എന്നെ പിതാവിന്റെ ഇഷ്ടപ്രകാരം ലോകത്തിലേക്ക് അയക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത് ഹൈ പ്രീസ്റ്റ്. അത് ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ യേശുക്രിസ്തുവിനെ മഹാപുരോഹിതനായിട്ട് തന്നെ അപ്പോൾ ഈ ലേഖന കർത്താവ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടു ബ്യൂട്ടിഫുൾ ടൈറ്റിൽസ് were meaningfully amalgamated in one single person and comparing it with Moses. എന്നിട്ട് ഈ അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കാൻ പറയുക. സൂക്ഷിച്ചു നോക്കിയിട്ട് കമ്പയർ ചെയ്യുന്ന ആരോടാണ്? ടു ദ മോസസ്, മോശയോടാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം the author is speaking to the diaspora Jews and they are very much familiar with the Jewish script. They have a beautiful picture with regarded to their leader Moses, who was their pioneer, who led the way to bring the people from the clutches of bondage, from the clutches of slavery. അപ്പൊ അടിമ നുകത്തിൽ നിന്ന് അവരെ രക്ഷിച്ച മോശ എന്ന വലിയ പിതാവിനെ കുറിച്ച് ഈ ഡയസ്പോറ ജ്യൂസിന്റെ മനസ്സിലെല്ലാം ഈ ഒരു ചിത്രമുണ്ട്. അപ്പം ഈ ഡയസ്പോറ ജ്യൂസിന്റെ മനസ്സിൽ ഈ ചിത്രം ഉള്ളത് കൊണ്ട് ഈ ലേഖനകർത്താവ്, ഞാൻ പൗലോസ് ലീഹ ആണെന്നുള്ള നമ്മുടെ അനുമാനമാണ്, ഇറ്റ് ഈസ് അൻ അസംഷൻ. അപ്പൊ പൗലോസ് ലീഹായ്ക്ക് ഭംഗിയായിട്ട് അറിയാം യേശുക്രിസ്തുവിനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കോറിലേഷൻ ആണ് ആവശ്യം. പ്രധാനമായിട്ടൊരു കാര്യം, നമ്മൾ ഈ ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും സിമിലി, ദ മെറ്റഫേഴ്സ് ആൻഡ് സിമിലീസ് എന്ന് നമ്മൾ പറയത്തില്ല. ഉപമയും അലങ്കാരങ്ങളും എന്ന് പറഞ്ഞു ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തി കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്ന രീതി. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഗ്രീക്ക് പെഡഗോഗി. ഒരു ഗ്രീക്ക് പെഡഗോഗി മീൻസ് മോഡ് ഓഫ് പ്രീച്ചിങ് അല്ലെങ്കിൽ മോഡ് ഓഫ് ടീച്ചിങ് എന്ന് അതിനൊക്കെയാ പറയുന്നത്. ഇപ്പം BEd ഒക്കെ പഠിക്കുന്നവർക്കൊക്കെ അറിയാം പെഡഗോഗി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെഡഗോഗിക്കലുണ്ട്, പഠിപ്പിക്കുന്ന ശൈലികളുണ്ട്. ഇപ്പൊ പൗലോസ് ലീഹ ഇവിടെ അഡോപ്റ്റ് ചെയ്തത് ഈ ഒരു കമ്പാരിറ്റീവ് മെത്തേഡാണ്, ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തി മനോഹരമായിട്ട് പറയുന്ന കാര്യം. ഇപ്പം മോശയോടാണ് സാദൃശ്യപ്പെടുത്തുന്നത് ബിക്കോസ് ദ ഫിഗർ ഓഫ് മോസസ് വാസ് മോർ ഫെമിലിയർ ടു ദ ഡയസ്പോറ ജ്യൂസ്. എന്നിട്ട് വീണ്ടും പറയുകയാണ് യേശു മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നത് പോലെ യേശു തന്നെ നിയമിച്ചാക്കിയവനിൽ വിശ്വസ്തനായിരുന്നു. അപ്പൊ മോശയും യേശുവും തമ്മിലുള്ള ഒന്നാമത്തെ സാമ്യത എന്ന് പ്രധാനപ്പെട്ടത് പറയുന്നത് the faithfulness, the element of faithfulness. As Moses was very much faithful and committed before the Almighty God Yahweh, similarly Jesus was also committed to before his father who sent him for the mission of salvation. രക്ഷയ്ക്ക് വേണ്ടി തന്നെ അയച്ച പിതാവിന്റെ മുന്നിൽ യേശു ക്രിസ്തുവും വിശ്വസ്തനായിരുന്നു എന്നുള്ള. അപ്പൊ ഒന്നാമത്തെ എലമെന്റ് ആണ് ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭവനത്തെക്കാൾ ഭവനം ചമിച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് എങ്കിലും ഭവനത്തെക്കാൾ ഭവനം ചമച്ചവനാണ് പ്രധാനപ്പെട്ടവൻ. അത് സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയാം. ഇവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് for this one has been counted worthy of more glory than Moses, in as much he who built the house has more honor than the housekeeper. അപ്പോൾ ഹൗസ് കീപ്പറേക്കാൾ
ഗ്ലോറി ഉള്ളത് ഹൗസ് ഓണർക്കാണ്. ഇവിടെ ഹൗസ് എന്ന് ഉപയോഗിക്കുന്നത് വേൾഡ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കേട്ടോ. മോശയെ ദൈവം ലോകത്തിലേക്ക് അയച്ചു, ലോകത്തിന്റെ ഇസ്രായേൽ ജനത്തിന്റെ വിമോചകനായിട്ട്. യേശു ക്രിസ്തുവിനെ പിതാവ്, but at the same time he was the co-creator with Father God. പിതാവാം ദൈവവുമായിട്ട് സൃഷ്ടിയിൽ തുല്യ പങ്കാളിത്തം ഉള്ളവനാണ്. അതുകൊണ്ടാണ് ഭവനം ചമച്ചവൻ എന്നൊറ്റ വാക്കം, അത് ഓയിക്കോസ് ക്രയാറ്റോയെ എന്ന ഗ്രീക്ക് വാക്കിന്റെ ഒരു 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 എക്സ്റ്റെൻഡഡ് മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം ചമച്ചവൻ എന്നുള്ള ഒരു 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 എക്സ്റ്റെൻഡഡ് മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പൊ മോശ യേശുക്രിസ്തുവിനെ പോലെ വിശ്വസ്തനാണ്, എങ്കിലും മോശയേക്കാൾ ഒരു പടി കൂടി ഉയർന്നവനാണ് ക്രൈസ്റ്റ്. സോ ജീസസ് ഈസ് superior to Moses because he is the constructor of the house. In the house means not in our domestic atmosphere, or not in our not in a sense of any domestic meaning. Rather, it extends to a wide cosmos. He is co-creator along with his father. പിതാവുമായിട്ട് സൃഷ്ടിയിൽ സമതുല്യൻ എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതിന്റെ കാര്യമായിട്ട് നമ്മൾ അവിടെ പറയുന്നു. അതുകൊണ്ടാണ് വീണ്ടും 6-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. അധികാരിയാണ്. മോസസ് വാസ് എ സെർവന്റ് ഇൻ ദ ഹൗസ്, whereas Christ is the owner, the authority and the creator of the house. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ സിമിലാരിറ്റി എവിടാണെന്ന് ചോദിച്ചാൽ in the matter of faithfulness. And where is the distinction lies is Jesus was the creator, where Moses as the servant. മോശ സേവകനും യേശു ക്രിസ്തു സൃഷ്ടാവുമാണെന്നുള്ള വളരെ കൃത്യമായ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡോളജി അവിടെ പ്രധാനമായിട്ട് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, അടുത്തത് പറയുന്നത് ഒരു സ്പിരിച്വൽ മെസ്സേജാ കേട്ടോ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ നാം അവന്റെ ഭവനമാകും. അപ്പൊ നമ്മള് ദൈവത്തിന്റെ ഭവനമാകുന്നത് എങ്ങനെയാ? വി ബിക്കം ദ ഹൗസ് ഓഫ് ഗോഡ്. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ ഹൗസ് ആവുന്നത് എന്ന് പറയുകയാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുകയാണ്. ബട്ട് ക്രൈസ്റ്റ് ആസ് എ സൺ ഓവർ ഹിസ് whose house we are if we hold fast the confidence and rejoicing of hope firm to the end. അപ്പൊ നമ്മള് കോൺഫിഡൻസും റിജോയ്സും ഹോപ്പും ഈ 3 കാര്യങ്ങൾ പതിയാണ്. അതാണ് പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ നാം അവന്റെ ഭവനമാകും. പ്രത്യാശയുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ? കോൺഫിഡൻസ് ഇൻ ഹോപ്പ്. യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയിലുള്ള ധൈര്യം. ക്രിസ്തുവിലുള്ള പ്രശംസ എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് പ്രൗഡ് ഒന്നും അല്ല. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പ്രൗഡിങ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബീയിങ് എസ്റ്റീം in being the Christ. As a Christian, consider it as an esteem position. ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഒരു പ്രശംസ എടുക്കുന്ന ഒരു വലിയ കാര്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ we becomes his house. ക്രിസ്തുവിന്റെ ഭവനങ്ങളാകും എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, വാട്ട് വാസ് ദ ക്യാരക്ടർ ഓഫ് ദെയർ ഫോർഫാദേഴ്സ്. ഇത് സംസാരിക്കുന്നത് ഡയസ്പോറ ജൂസിനോടാണ്. അവരോട് ആദ്യം മോശയെക്കുറിച്ച് പറഞ്ഞു, മോശയും യേശു ക്രിസ്തുവും തമ്മിലുള്ള സിമിലാരിറ്റിയെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ ക്രിസ്തുവിനോട് സാമീപ്യമാകാനും പറ്റുമെന്നുള്ള കാര്യവും പറഞ്ഞു. എന്നിട്ട് വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുകയാണ്, വാട്ട് ഹാപ്പൻ ടു യുവർ ഫോർഫാദേഴ്സ്. അത് പ്രത്യേകമായിട്ട് ഞാനൊന്ന് വായിക്കാം, ഇംഗ്ലീഷിൽ വായിക്കുകയാണ്. Therefore, as the Holy Spirit says from verses 7 onwards, 7-ാം വാക്യം മുതൽ വായിക്കുന്നു. Today, if you will hear his voice, do not harden your hearts as in the rebellion, in the day of trial, in the wilderness, where your fathers tested me, tried me, and saw my works 40 years. Therefore, I was angry with that generation and said, they always go astray in their heart, and they will not know my ways. So I swore in my wrath, they shall not enter my rest. മലയാളത്തിൽ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിവുള്ളൊരു കാര്യമാണ്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്.
അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്ന് ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇത് കോട്ട് ചെയ്തിരിക്കുന്നത് സാംസ് 95 ഫ്രം വേഴ്സസ് 8 to 11. 95-ാം സങ്കീർത്തനം 8 മുതൽ 11 വരെയുള്ള ഭാഗത്തെയാണ് ഇവിടെ കോട്ട് ചെയ്തേക്കുന്നത്. ഒന്ന് വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. സാംസ് 95 ഫ്രം വേഴ്സസ് 8 to 11. 95-ാം സങ്കീർത്തനം അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇതേ കാര്യം തന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം പറയുന്നുണ്ട്. അവിടുന്ന് കോട്ട് ചെയ്തിരിക്കുകയാണ്. അതൊന്ന് വായിച്ചോ. അപ്പൊ നമുക്ക് ആ കോട്ടിംഗ് ടെക്സ്റ്റ് ഒന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നല്ലതാണ്. സാംസ് 95 ഫ്രം വേഴ്സസ് 8 to 11. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഓക്കെ, താങ്ക് യു. വായിച്ചതിൽ പ്രത്യേക സന്തോഷം. അപ്പം അവരുടെ ഫോർ ഫാദേഴ്സിന്റെ സ്വഭാവത്തെ, വാട്ട് വാസ് ദെയർ പ്രോബ്ലം ഈസ് റെബല്യസ് നേച്ചർ. അവരുടെ ഒരു റെബല്യസ് നേച്ചറിനെയാ പറയുന്നത്. അവരെന്നോട്, ഞാൻ അവരെ വിടുവിച്ച് 40 ആണ്ട് മരുഭൂമിയിലൂടെ പോയെങ്കിലും അവരെന്നോട് മത്സരിച്ചു, എൻ്റെ വഴികളെ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് ദേ വിൽ നെവർ, എൻ്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചു. അതുകൊണ്ട് അവസാനം പറയുന്നത് ദേ ഷാൽ നോട്ട് എൻറ്റർ മൈ റെസ്റ്റ്. അതുകൊണ്ട് അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രധാനമായിട്ട് പറയുകയാണ്. ഇവിടെ റെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റെഫേഴ്സ് ടു ദ ഡേ ഓഫ് ശാബത്ത് എന്നുള്ളതാണ് ഓർത്ത് കേട്ടോ. റെസ്റ്റ് റെഫേഴ്സ് ടു ദ ഡേ ഓഫ് ശാബത്ത്. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്കൊരു ശാബത്ത് അനുഭവം ഉണ്ടാകുകയില്ല എന്ന് പ്രധാനമായിട്ട് പറയും. ഒന്ന് വിശദീകരിച്ച് പറയാം. അവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, there are 3 types of God's rest according to the Jewish scripture. 3 തരത്തിലുള്ള സ്വസ്ഥതയാണ് യഹൂദന്മാർക്കുള്ളത്. യഹൂദ പ്രമാണം 3 types of rest, 3 തരത്തിലുള്ള സ്വസ്ഥതയാണുള്ളത്. The first one is the day of Sabbath in which the God rested from his works. കേട്ടോ. അപ്പം സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ശാബത്ത് എന്നൊരർത്ഥമുണ്ട്. 7-ാം ദിവസം ദൈവം എല്ലാം 6 ദിവസം വരെ ദൈവം സൃഷ്ടി നടത്തി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് ദൈവം സ്വസ്ഥമായിരുന്ന ദിവസം, അതാണല്ലോ ശാബത്ത് എന്ന് പറയുന്നത്. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു മീനിങ് അതിനകത്തിലുണ്ട്. ആൻഡ് ദ സെക്കൻഡ് മീനിങ് ഫോർ ദ റെസ്റ്റ് ഈസ് റെസ്റ്റ് ഫ്രം ദ ഈജിപ്ഷ്യൻ ബോണ്ടേജ് വിച്ച് ദ ഇസ്രായേലൈറ്റ്സ് കമ്മിങ് ഔട്ട് ഓഫ് ഈജിപ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഇൻ കനാൻ. രണ്ടാമത് സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസ്റ്റ് ഫ്രം ദ ഈജിപ്ഷ്യൻ ബോണ്ടേജ്. അതായത് അടിമനുഖത്തിൽ 200 കൊല്ലം കിടന്ന് അവരുടെ സർവ്വ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് അവർക്കൊരു വിടുതൽ. അതൊരു റെസ്റ്റാണ്. അവരുടെ ഒരു സെൽഫ് ഐഡന്റിറ്റിയിലേക്ക് പ്രവേശിക്കുക. നമുക്കറിയത്തില്ലേ, നമ്മൾ ഒരു 6-7 മാസം ഒന്നിച്ച് ജോലി ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഒരു 2 ദിവസം അവധി എടുക്കുകയാണ്. അത് റെസ്റ്റാണ്. റെസ്റ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസ്റ്റ് or abstain from the day to day affairs. ഇവിടെ ഡേ ടു ഡേ അഫയേഴ്സ് എന്നുള്ളതല്ല വരുന്നത്, ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഈജിപ്റ്റ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള അവരുടെ ബോണ്ടേജ്. അതിന് റെസ്റ്റ് എന്ന ഒരു പ്രയോഗം അല്ലെങ്കിൽ വിശ്രമം എന്ന പ്രയോഗം അവരുടെ പ്രധാനമായിട്ടുണ്ടാകും. മൂന്നാമത് ദ റെസ്റ്റ് ഇൻ ദ കിങ്ഡം, ദ അൾട്ടിമേറ്റ് ശാബത്ത്, റെസ്റ്റ് ഇൻ ഹെവൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ അവർ ഗോഡ് മെസായ. മൂന്നാമത്തെ റെസ്റ്റ് ആണ് പ്രധാനപ്പെട്ടത്, റെസ്റ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിലെ വിശ്രമം, മശിഹായോടൊപ്പമുള്ള വിശ്രമം. ഇത് അവരുടെ ഫ്യൂച്ചർ പ്രതീക്ഷയാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന്, ദ ഫസ്റ്റ് വൺ ഈസ് ഇൻ ദ പ്രസന്റ്, ദ വൺ ഈസ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ദി അതർ ഈസ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പൊ മിസ്രൈമിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ആ റെസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്, കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള ഓർമ്മയേ ഉള്ളൂ.
എല്ലാ ശാബത്തും അവരാചരിക്കുന്നത് പ്രസന്റ് ഒബ്സർവൻസ് ആണ്. പക്ഷേ ഇനി ഒരു റെസ്റ്റ് ഉണ്ടാകും ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. അതൊരു ഫ്യൂച്ചർ ആന്റിസിപ്പേഷൻ ആണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദ വേർഡ് റെസ്റ്റ് ഓർ ദ വേർഡ് ശാബത്ത് ഹാസ് 3 different dimensions which is pertained to the 3 tense. 3 കാലങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ആ റെസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന്, അവരുടെ ഭൂതകാലത്തിൽ, അവരുടെ പാസ്റ്റിൽ നടന്ന സംഭവത്തിൽ നിന്ന് അവർ റെസ്റ്റായി. ഇപ്പോഴവര് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ശാബത്ത് ഒബ്സർവ് ചെയ്യുന്നു. ആൻഡ് ദ തേർഡ് വൺ ഈസ്, വീണ്ടും പറയുന്നത് എന്താ, they enter into the kingdom of God. ദൈവരാജ്യത്തിലേക്കുള്ള അവരുടെ നിത്യമായ വിശ്രമത്തെ കുറിച്ച് പറയുകയാണ്. Concerning Canaan, to refer to the rest in the kingdom of heaven. Significantly, we experience this rest now as we ascend to God in worship. അപ്പൊ ഇവിടെ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർ സ്വർഗത്തിൽ പോകത്തില്ല എന്നുള്ള ഒരു അർത്ഥമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ മത്സരിച്ച ആരും തന്നെ ഈ ബോണ്ടേജിൽ നിന്നുള്ള റെസ്റ്റ് പ്രാപിച്ച് കനാനിലേക്ക് പ്രവേശിച്ചില്ല എന്നുള്ള മീനിങ്ങേ ഉള്ള അതിനർത്ഥം കേട്ടോ. അല്ലാതെ അന്ന് ദൈവത്തോട് മല്ലടിച്ചു പോയവരെല്ലാം ഇനി ഒരിക്കലും അവർ സ്വർഗത്തിൽ പോകത്തില്ല, അവരെല്ലാവരും നശിച്ചു പോയി എന്ന് പറയുന്ന ആ ഒരു ഇന്റർപ്രിട്ടേഷൻ അല്ല അവിടെ ഉണ്ടാകേണ്ടത്. നമ്മൾ ഈ പലപ്പോഴും ഓൾഡ് ടെസ്റ്റ്മെന്റിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം അത് ചെയ്യാൻ. കാരണം ഈ റാത്ത് ഓഫ് ഗോഡ് എപ്പോഴും അവിടെ കാണാം. നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നതും അതാണ്. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നുള്ളത്, ഈ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് തോന്നും കോപിക്കുന്ന ദൈവം, ഇടിമുഴക്കുന്ന ദൈവം, ശിക്ഷിക്കുന്ന ദൈവം, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിനപ്പുറത്ത് തന്നെ ഒരു ലവബിൾ നേച്ചർ ഓഫ് ഗോഡ് പല സ്ഥലങ്ങളിലുണ്ട്. പല ഇടങ്ങളിൽ ദൈവത്തിന്റെ, എന്തിന് നമ്മൾ പറയുന്നു, ഇഫ് യു ഓപ്പൺ ദ ബുക്ക് ഓഫ് സാംസ്, എത്ര പ്രാവശ്യം സങ്കീർത്തനക്കാരും പറയുന്നുണ്ട്, യഹോവ മഹാദയുള്ളവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ തലമുറയോളം ദയ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എത്ര പ്രാവശ്യം പറയുന്നുണ്ട്. ദൈവത്തിന്റെ ദയയെക്കുറിച്ച് പഴയ നിയമത്തിൽ ഒരു തീസിസ് തന്നെ എഴുതാനുണ്ട്, ദ കമ്പാഷനേറ്റ് നേച്ചർ ഓഫ് യാഹ്വേ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ when the people becomes indisciplined in their spiritual life, then the wrath of God open. അപ്പോൾ ദൈവത്തിന്റെ അത് ഡിസിപ്ലിനിങ് ആണ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, മലയാളം വേദപുസ്തകത്തിൽ യഹോവ ശിക്ഷിച്ചു വളർത്തി എന്നൊക്കെ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ എടുത്ത് നോക്കിയാൽ ഗോഡ് ഹാസ് ഡിസിപ്ലിൻഡ് ഹിസ് ചിൽഡ്രൻ എന്നാ പറയുന്നത്, അല്ലേ? ഡിസിപ്ലിൻ ചെയ്തു. അപ്പൊ ഈ ശിക്ഷയും ഡിസിപ്ലിനും രണ്ടും രണ്ടാ. നമുക്കറിയാം, ഇപ്പം നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോം ഓഫ് ഡിസിപ്ലിൻ ഉണ്ട്. And that form of discipline is not a kind of punishment, rather it is a means for improvement. നമ്മുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. പണിഷ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് അറിയാം? ഇഫ് there a violation occurs, if anybody violates the equilibrium, then comes the punishment. അവിടുത്തെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് പണിഷ്മെന്റ് ഉണ്ടാകുന്നത്. സോ പണിഷ്മെന്റ് ഇസ് ദ ആഫ്റ്റർമാത്ത് ഓഫ് വയലേഷൻ, വേറാസ് ഡിസിപ്ലിനിങ് ഇസ് എ പ്രോസസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ്. അതെല്ലായിടത്തും ഉണ്ടാകും. അപ്പൊ ദൈവം തന്റെ ജനത്തെ ശിക്ഷിച്ചു വളർത്തി എന്ന് മലയാളത്തിൽ വായിക്കുമ്പോൾ അതിനൊരു ചെറിയ അർത്ഥത്തിന്റെ പ്രശ്നമുണ്ട്. പക്ഷെ when God has disciplined his people എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു ശിക്ഷയല്ല, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇംപ്രൂവ്മെന്റ്. അതൊരു കൈൻഡ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആയിട്ട് നമുക്കതിനെ കാണാനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, they will never enter into the land of Canaan and will rejoice and never rejoice or participate in the harmonious life which is bestowed for the rest of them in the land of Canaan. കനാൻ നാട്ടിൽ ബാക്കിയുള്ളവർക്കായി കരുതി വെച്ചിരിക്കുന്ന സ്വസ്ഥതയുടെ ജീവിതത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആദ്യം 1 മുതൽ 11 വരെയുള്ള ഭാഗത്തെ പ്രധാനപ്പെട്ട ആശയം, there is a beautiful comparison between Christ and Moses from the Jewish background, and Christ is highlighted as the apostle and the high priest. One of the notable feature is that Christ is faithful in similar to Moses in all his responsibilities. At the same time, Christ is superior in his office when compared to Moses. Then comes to the second part. The author is reminding them
about the rebellious nature of their forefathers, and also explains them what happened to them, and pertains to the word, exploring the word the rest, which has 3 different meanings. 3 പ്രധാനപ്പെട്ട മീനിങ്സിനെ കുറിച്ചും അവിടെ പ്രധാനമായിട്ട് പറയുകയാണ്. അതിനുശേഷമുള്ള ഭാഗങ്ങൾ, പ്രത്യേകിച്ച് 12 മുതലുള്ള ഭാഗങ്ങൾ, it is basically an exhortation, moral exhortation to the community. അതുകൊണ്ട് നമുക്കുള്ളൊരു സന്ദേശമാണ്, ഇത് വായിക്കുന്നവർക്കുള്ള സന്ദേശമാണ് 12 മുതലുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ട് പറയുന്നത്. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുക. അത് ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം നൽകുന്ന എക്സോർട്ടേഷനാണ്. Beware, brethren, lest there be in any of you an evil heart of unbelief in departing from the living God. ജീവനുള്ള ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന അവിശ്വാസ ഹൃദയം ഉണ്ടാകരുത്. അതുണ്ടായത് പീപ്പിൾ ഓഫ് ഇസ്രായേൽ, പഴയ ഇസ്രായേലിന് അതുണ്ടായിരുന്നു, നിങ്ങൾക്ക് അതുണ്ടാകാൻ പാടില്ല. But exhort one another daily while it is called today, lest any of you be hardened through the deceitfulness of sin. അവിടാണ് പ്രധാനമായിട്ട് പറയുന്നത്, നിങ്ങൾ പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്ന നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ എന്നാ പറയും. അപ്പൊ പാപത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ ഹൃദയം കഠിനപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? എ മ്യൂച്വൽ എക്സോർട്ടേഷൻ ഈസ് എസെൻഷ്യൽ. പരസ്പരം പ്രബോധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് നമ്മുടെ ലേ മിനിസ്ട്രിക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. ഇപ്പൊ ഒരാൾക്ക് വളരെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഡിസപ്പോയിന്റഡ് ആയി അവന് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവനൊരു സംശയം തോന്നുക. ഞാൻ എന്തിനാ പള്ളിയിൽ പോകുന്നത്, ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊരു ചിന്ത തോന്നി അവനിൽ ഒരു ഈവിൾ ഹാർട്ട് രൂപപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ട എ പ്രീസ്റ്റ്ലി ആസ് വെൽ ആസ് എ ലൈറ്റി റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രബോധന ശുശ്രൂഷയിലൂടെ പാപത്തിന്റെ അടിമത്വത്തിലേക്ക് അവന്റെ ഹൃദയത്തെ കൊണ്ടുപോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. സോ there is a chance of deceitfulness of sin in anybody's heart, and to deviate his proper way from the divine purpose, it is our moral obligation to exhort moral instructions, to give mutual exhortations, and to affirm our brother or sister in the true faith. നമ്മുടെ സഹോദരങ്ങളെയോ സഹോദരികളെയോ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ അവരെ പ്രബോധിപ്പിച്ച് അവരെ വിശ്വാസത്തിൽ നിലനിർത്തേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ട് എന്ന് പറയാം. അതുകൊണ്ട് പറയാണ്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണമെന്ന് പ്രധാനമായിട്ട് പറയുകയാണ്. ഫോർ വി ഹാവ് ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഇഫ് വി ഹോൾഡ് ദ ബിഗിനിങ് ഓഫ് അവർ കോൺഫിഡൻസ് സ്റ്റെഡ്ഫാസ്റ്റ് ടു ദ എൻഡ്. അതുകൊണ്ട് ആദ്യ വിശ്വാസം അവസാനം മുതൽ മുറുകെ പിടിക്കണമെന്ന് പറയും. ഇത് പറയാനൊരു കാരണം കൂടെ ഉണ്ട്. ഇത് സംസാരിക്കുന്നത് ഡയസ്പോറ ജ്യൂസിനോടാണ്. ആൻഡ് ദ ഡയസ്പോറ ജ്യൂസ് they are undergoing the persecution. അവര് ഈ പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്നു. പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് പീഡനയുടെ കാലത്തൂടെ കടന്നു പോകുന്നു. അപ്പൊ ആ പീഡന കാലത്തൂടെ കടന്നു പോകുമ്പോൾ അവരെ ധൈര്യപ്പെടുത്തേണ്ടത് അപ്പോസ്തലന്റെ ഒരു ആവശ്യം കൂടാണ്. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് അവരെ പറയുന്നത്, അതുകൊണ്ട് അവിശ്വാസമുള്ള ഹൃദയം ഉണ്ടാകരുത്, പാപം ഹൃദയത്തെ ത്യജിച്ചു കളയരുത്, വിശ്വാസം വിട്ടുകളയരുത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായാൽ അവനെ പിടിച്ചു നിർത്തണം. ബിക്കോസ് ഐ നോ ദാറ്റ് യു ആർ അണ്ടർഗോയിങ് സിവിയർ സിറ്റുവേഷൻസ് ഓഫ് പെർസിക്യൂഷൻ. സോ എ മ്യൂച്വൽ സ്പിരിച്വൽ സപ്പോർട്ട് ഈസ് എസെൻഷ്യൽ ഫോർ യു ടു മെയിൻറ്റെയിൻ ദ സ്റ്റെഡ്ഫാസ്റ്റ് കോൺഫിഡൻസ് ഇൻ ദ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള പരിപൂർണ വിശ്വാസം നിലനിർത്താൻ നിങ്ങൾക്ക് പരസ്പരമുള്ള ആത്മീയ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുകയാണ്. അപ്പൊ ഇത് വളരെ ഒരു കാര്യമാണ്. നമ്മളോടുള്ള ഒരു കണ്ടംപററി മെസ്സേജാ ടു ദ പ്രീസ്റ്റ് ആസ് വെൽ ആസ് ടു ദ ലൈറ്റി. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എത്ര വിശ്വാസമുള്ളവർക്കാണെങ്കിലും
വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അത് എത്ര ഉന്നത സ്ഥാനീയർക്കാണെങ്കിലും ഉണ്ടാകും. ആ സമയത്താണ് നമുക്ക് ഈ മ്യൂച്വൽ എക്സോർട്ടേഷൻ മിനിസ്ട്രി, മ്യൂച്വൽ സ്ട്രെങ്തനിങ് മിനിസ്ട്രി, പരസ്പരം ബലപ്പെടുത്തുന്ന മിനിസ്ട്രിയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. വീണ്ടും ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തെങ്കിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? അത് പഴയ ഹിസ്റ്ററിയുടെ വീണ്ടും കാര്യമാണ്. മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെടുവിച്ച എല്ലാവരും അല്ലയോ? അത് അവരുടെ ഹൃദയം കഠിനമാക്കി ദൈവത്തെ പരീക്ഷിച്ച സംഭവം വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? ആരോടാണ് അവർ 40 വർഷം വഴക്കുണ്ടാക്കിയത്? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അതൊക്കെ നമുക്കറിയാം. അവര് റെബല്യസ് ആയിട്ടൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായ സമയത്തുണ്ടായ ആഫ്റ്റർ മാർക്സ് എല്ലാം നമുക്കറിയാം. അതെല്ലാം പഴയ നിയമത്തിലെ ഇൻസിഡൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഞാനത് വിശദീകരിച്ച് സമയം എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അപ്പൊ വീണ്ടും ഇത് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. For whom have heard rebel? Indeed, was it not all who came out of Egypt led by Moses? Now with whom he was angry for 40 years? Was it not with those who sinned, whose corpus fell in the wilderness, and whom did he swear that they would not enter his rest, but to those who did not obey? So we see that they could not enter in because of unbelief. അപ്പൊ അവിശ്വാസം കൊണ്ടാണ് അവർക്ക് പ്രവേശിക്കാൻ പറ്റാതിരുന്നത്. The matter of unbelief was a crucial factor that prevented them from entering into the rest of God, or otherwise entering into the promised land. അപ്പൊ അവിശ്വാസം കൊണ്ട്, വിശ്വാസരാഹിത്യം കൊണ്ട് കനാൻ നാടും യഹോവയുടെ സ്വസ്ഥതയും ഒരു വാഗ്ദത്ത ദേശവും ഒക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അവരോട് പറയുന്നത്, യു ആർ ലിവിങ് ഇൻ എ ഡിഫറെന്റ് വേരിയസ് സിറ്റുവേഷൻ, യു ആർ ദ ഡയസ്പോറ and you are away from your homeland, and you have your own persecutions while you receive the message of Christianity. But beware that if you keep steadfast confidence, faith, and true conviction in your faith, then there will be a great reward for you. That is ultimately the superior day, that is the Sabbath day, in which you enjoy and rejoice in the kingdom of God. നമുക്കൊരു ശാപതുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ പെർസിക്യൂഷൻ ഉണ്ട്, ക്രിസ്തുമതം സ്വീകരിച്ചത് കൊണ്ട് നിങ്ങളെ അനേകർ കൊല്ലുന്നു, ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ശാപം ഉണ്ടാകും. അത് ഇൻ ദ കിങ്ഡം ഓഫ് ഹെവൻ എന്നുള്ള ഒരു ഇന്റേണൽ മെസ്സേജ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പറയുകയാണ്, സോ റിമൂവ് ദ ഹാർട്ട് ഓഫ് അൺബിലീഫ്. അവിശ്വാസത്തിന്റെ ഹൃദയത്തെ നമ്മളിൽ നിന്ന് നീക്കിക്കളയണമെന്ന് പ്രധാനമായിട്ട് അപ്പോസ്തലൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് വായിക്കുന്ന നമുക്കുള്ള 2-3 മെസ്സേജസ് കൂടെ ആണിത്. അതായത് പരസ്പരം പ്രബോധിപ്പിക്കണം, ദുഷ്ടതയുള്ള ഹൃദയം ഉണ്ടാകരുത്, അവിശ്വാസം ഉണ്ടാകരുത്, പിന്നെ പറഞ്ഞ പോലെ പ്രത്യാശയുടെ ധൈര്യവും ഒക്കെ നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ ഭവനമാകും എന്ന് പറയുകയാണ്. സോ ദീസ് ആർ ദ കണ്ടംപററി മെസ്സേജ് ദാറ്റ് വി ഹാവ് ടു ബി കോറിലേറ്റ് ഫ്രം ദ ടെക്സ്റ്റ് ടു അവർ പ്രസന്റ് ഡേ ലൈഫ്. അപ്പൊ ഈ ടെക്സ്റ്റ് വായിച്ചപ്പം പാസ്റ്റ് പറഞ്ഞു, ഡയസ്പോറ ജ്യൂസിന്റെ പ്രസന്റ് സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞു. അതെല്ലാം നമ്മുടെ അക്കാഡമിക് എക്സ്പ്ലോറേഷൻ ആയിരുന്നു. പക്ഷെ വാട്ട് ഈസ് ദ ടെക്സ്റ്റ് സ്പീക്സ് ടു അസ്? നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, വി ക്യാൻ ബിക്കം ദ ഹൗസ് ഓഫ് ഗോഡ്. നമുക്കൊക്കെ ഹൗസ് ഓഫ് ഗോഡ് ആകാൻ പറ്റും. അതിന് വേണ്ടിയത് ദ കോൺഫിഡൻസ്, ഗ്ലോറി ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ് ബിലീഫ്, ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം, ആൻഡ് ഓൾസോ റിമൂവ് ദ ഡിസീറ്റ്ഫുൾനെസ് ഓഫ് സിൻസ് ദാറ്റ് ക്രാഷസ് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തെ നശിപ്പിച്ച് കളയുന്ന തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് മാറി നിൽക്കുക. ആൻഡ് ഓൾസോ എംപവർ അവർ ബ്രദറൻ or sister or our fellow beings who have been sometimes been disappointed by the element of unfaithfulness or some kind of negative forces. ദുഷ്ടചിന്തകളാലോ നെഗറ്റീവ് എനർജിയാലോ അവിശ്വാസത്താലോ സഹോദരൻ തെറ്റിപ്പോകുന്നെങ്കിൽ അവനെ കൂടെ ചേർത്ത് കൊണ്ടുവരിക എന്നുള്ളൊരു പ്രബോധനവും നമ്മുടെ മനസ്സിലേക്ക് അപ്പോസ്തലൻ നൽകുന്നു എന്നുള്ളതാണ്
പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ സാംസ് 95 ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റ് ബേസ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർക്കുക. ആൻഡ് ഓൾസോ ടേക്ക് എക്സഡസ് ഇവന്റ് ആണ് ദെയർ ലിബറേഷൻ ഫ്രം ഈജിപ്റ്റ്, their wilderness through their journey in the wilderness through 40 years. 40 വർഷം മരുഭൂമിയിലൂടെ അവർ നടത്തിയപ്പോൾ ഉണ്ടായ പല സംഭവങ്ങൾ ഇതിനകത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. their rebellious attitude when they experience the shortage of food, water, when they encounter with the other clans, and their disobedience with regard to their spiritual life. അവർ മറ്റ് അന്യദേവന്മാരുടെ പുറകെ പോയത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ എല്ലാം ഇൻഡയറക്റ്റ് റെഫറൻസുകൾ ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്രയാണ് അതിനെക്കുറിച്ച് പ്രധാനമായിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, നമുക്ക് ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ വളരെ പ്രധാനമായിട്ട് മനസ്സിലാകുന്ന ഒരു ചെറിയ ഭാഗമാണെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ ചോദിക്കാം. Otherwise we can wind up with a word of prayer.